വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ യുവാവിനെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മണലിപ്പാട സ്വദേശി അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. ചാലക്കുടി എലിഞ്ഞപ്രയിൽ സ്കൂൾ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പെരിയാരം തൃപ്പാപ്പള്ളി സ്വദേശി ഷിൻസനാണ് മരിച്ചത്. മണത്തല ഐനിപ്പുള്ളിയിൽ കാർ ഡിവൈഡറിലിടിച്ച് 3 പേർക്ക് പരിക്ക്. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കയ്പമംഗലം സ്വദേശി റഫീഖ്, പൊന്നന സ്വദേശി അസ്ഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. വെള്ളം എത്താത്തതിനാൽ കൃഷിയിറക്കാനാവാതെ കർഷകർ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ യുവാവിനെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വിരുപ്പാക്ക സ്വദേശി നടുത്തറ വീട്ടിൽ 47 വയസ്സുള്ള അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. മണലിപ്പാടം പാറ്റപ്പുറത്ത് ഉണ്ണിയാൻകുട്ടിയുടെ തെങ്ങിൻ തോപ്പിലാണ് ഷെരീഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഷെരീഫിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ നാട്ടുകാരാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. KSEB പുന്നമറമ്പ് സെക്ഷൻ AE AK സീമയുടെ നേതൃത്വത്തിൽ KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വടക്കാഞ്ചേരി CI റിജിൻ തോമസ്, SI അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. മരിച്ച ഷെരീഫ് ഗൃഹോപകരണങ്ങൾ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. രോഗി കൂടിയായ ഷെരീഫ് കഴിഞ്ഞ ദിവസം സ്കാനിംഗ് കഴിഞ്ഞ് എത്തിയതേയുള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു. യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും ആരോപിച്ചു. വൈദ്യുതി ലൈനിലിട്ട തോട്ടി ഉദ്യോഗസ്ഥർ വരും മുന്നേ വൈദ്യുതി ലൈനിൽ നിന്നും മാറ്റിയിരുന്നു. 2 തോട്ടിയുടെയും അഗ്രഭാഗത്ത് ലൈനിൽ നിന്നും വൈദ്യുതി എടുക്കുന്നതിന് ചെമ്പ് കമ്പി കൊണ്ട് വളയങ്ങൾ ഉണ്ടാക്കിയതായി കാണുന്നുണ്ട്. എന്നാൽ തോട്ടിയിൽ ഇലക്ട്രിക് വയർ കണക്ട് ചെയ്തതായും കാണുന്നില്ല. നീളം കൂടിയ ഇലക്ട്രിക് വയർ, സഞ്ചി, വൈദ്യുതി ലൈനിൽ ഇടാൻ ഉപയോഗിക്കുന്ന 2 തോട്ടികൾ എന്നിവ സംഭവ സ്ഥലത്തുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. പന്നിയെ പിടിക്കാൻ, പന്നി പോലുള്ള വന്യജീവികളെ പിടിക്കുന്നതിന് വേണ്ടി കെണിയൊരുക്കിക്കൊണ്ടുള്ള ആ കെണിയിലാക്കപ്പെട്ടുകൊണ്ട് ഒരു ഗൃഹനാഥൻ മരണപ്പെടാനിടയുണ്ടായി. ഇതിൽ ധൃതി പിടിച്ചുകൊണ്ട് പോലീസും മറ്റ് ചില വ്യക്തികളും ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു നാടകീയ രംഗങ്ങൾ അവിടെ അരങ്ങേറുകയുണ്ടായി. ഇതിൽ വ്യാപകമായ ഒരു സംശയം യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിക്കുണ്ട്. ഇതിൽ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇത്തരം അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്ക് തക്കതായ ശിക്ഷകൾ അധികാരികൾ നൽകണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടുന്നത്. ചാലക്കുടി എലിഞ്ഞപ്രയിൽ സ്കൂൾ ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പെരിയാരം തൃപ്പാപ്പള്ളിയിൽ കവലക്കാടൻ വർഗീസിന്റെ മകൻ 39 വയസ്സുള്ള ഷിൻസനാണ് മരിച്ചത്. ചാലക്കുടിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. എലിഞ്ഞപ്ര ബദലഹം പള്ളിക്ക് സമീപത്ത് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് ഷിൻസൻ ഓടിച്ചിരുന്ന ബൈക്കിലിടിച്ചത്. തെറിച്ചുവീണ ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റു. ഉടനെ നാട്ടുകാർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികളെ ഇറക്കി തിരിച്ചുവരുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഷിൻസൻ തൃപ്പാപ്പള്ളിയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. ദേശീയപാത മണത്തിൽ ഐനിപ്പുള്ളിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയിലെ താൽക്കാലിക ഡിവൈഡറിലിടിച്ചാണ് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ബിജോയ്, സഹോദരി ഷീബയുടെ മകൾ അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു കുടുംബം. തൃപ്രയാറിൽ സ്വകാര്യ ബസ്സിടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വഴിവാണിഭ കടയിലേക്ക് ഇടിച്ചു കയറി. തൃപ്രയാർ പോളി ജംഗ്ഷനിലായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് വന്നിരുന്ന ബസ് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ടെമ്പിൾ റോഡിലേക്ക് കടന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ചൂലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്ന വഴിയോര കച്ചവട കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, വലപ്പാട് പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത്. കോട്ടയത്തു നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം. ഈ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തത്തിൽ വീണാണ് വാഹനങ്ങൾ മറിയുന്നത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ഉപയോഗിക്കുന്ന പാതയാണിത്. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ലാത്തതും അപകടത്തിനിടയാക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കിടെ 2ാമത്തെ ലോറിയാണ് മറിയുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവുമുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്.
മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കയ്പമംഗലം സ്വദേശി ചമണിയിൽ വീട്ടിൽ റഫീഖ, കാട്ടൂർ പഞ്ഞനം സ്വദേശി ചിറക്കുഴി വീട്ടിൽ അസ്ഫീർ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരിഞ്ഞനം കുറ്റിലക്കടവ് രായമരക്കാർ വീട്ടിൽ ഉസൈബയാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത്. 250ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇരുവരും കയ്പമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. ആശങ്കയൊഴിയാതെ കർഷകർ. വെള്ളം എത്താത്തതിനാൽ കൃഷിയിറക്കാനാകാത്ത സ്ഥിതിയിലാണ് മങ്ങാട്ടുപാടത്തെയും കൊളക്കാട്ടുപാടത്തെയും കർഷകർ. കാലങ്ങളായി കാനത്തോട്ടിലെ സ്ലൂയിസ് തകരാറിലായതിനാൽ മണൽചാക്കുകൾ നിറച്ച് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ വെള്ളമെത്താതെ 5 ഏക്കർ കൃഷിഭൂമി തരിശായി മാറിയിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ വൈകിയതോടെയാണ് 5 ഏക്കർ തരിശായത്. കൃഷിയിറക്കിയ ഭാഗങ്ങളെല്ലാം വെള്ളമില്ലാതെ വരണ്ടു തുടങ്ങി. താൽക്കാലിക തടയണ ഒരു മഴ പോലും താങ്ങാൻ ശേഷിയില്ലാത്തതാണെന്ന് കർഷകർ പറയുന്നു. മണൽചാക്ക് നിരത്തിയതിനാൽ കാനത്തോടിന്റെ വീതി കുറയുകയും സ്ലൂയിസിന്റെ കിഴക്ക് ഭാഗത്ത് തോടിന്റെ വശം തകരാൻ ഇടയാകുമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ അനീഷ് കുമാർ പറയുന്നു. കൃഷിക്ക് വെള്ളം കിട്ടാത്തതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് പല പാടങ്ങളും വരണ്ട് ഉണങ്ങിയിരുന്നു. താൽക്കാലികമായി മണൽച്ചാക്കിട്ട് പൂർത്തീകരിക്കുന്ന സ്ലൂയിസിന്റെ ഒരു ദൗത്യത്തിലേക്ക് സ്ലൂയിസിൽ എത്തിക്കുന്ന ഒരു പണി മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് പരിഹരിക്കാൻ ഇത്രയും വൈകിയതിന്റെ പുറത്ത് 5 ഏക്കർ കൃഷിഭൂമി തരിശായി മാറിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടിട്ട ഞാറൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി വരുന്ന പ്രദേശങ്ങളെങ്കിലും, അതായത് 5 ഏക്കർ ഒഴികെ മങ്ങാട്ടുപാടത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ ഉണങ്ങിയ കൃഷിഭൂമിനെ തിരിച്ചെത്തിക്കാൻ പറ്റുമെന്നാണ് ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത്. 3 മാസത്തിനകം സ്ലൂയിസിന്റെ പണി പൂർത്തിയാക്കുമെന്ന് മൈനർ ഇറിഗേഷൻ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനിടെ താൽക്കാലിക സ്ലൂയിസ് വീണ്ടും തകർന്നാൽ ചെങ്ങാലൂർ, നന്ദിപുലം പ്രദേശങ്ങളിലെ 40 ഹെക്ടർ നെൽകൃഷി പ്രതിസന്ധിയിലാകും. കൂടാതെ കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയമായ ഉറാക്കുളം പദ്ധതിയിൽ നിന്നുള്ള പമ്പിങ്ങും മുടങ്ങും. വർഷങ്ങളായി ശോച്യാവസ്ഥയിലുള്ള സ്ലൂയിസ് ഇത്തവണയെങ്കിലും പുനർനിർമ്മിച്ച് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. TCV ന്യൂസ്, പുതുക്കാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ, മാള, പുതുക്കാട് മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗ്രോത്ത് ഗിൽഡ് ഏകദിന ക്യാമ്പ് ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ്ബ് ഹാളിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ ആശംസകൾ നേർന്നു. K സുഭാഷ് ബാബു, PP ഷബീർ അലി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സെടുത്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P ആന്റണി സ്വാഗതവും വൈസ് പ്രസിഡന്റ് R മോഹനകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഫിനാൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST ഘട്ടത്തിലൊക്കെ നമ്മൾ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിദഗ്ധരായിട്ട് ആളുകളെ വെച്ച് നമ്മൾ ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും എത്ര പേര് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പുതിയ നമ്മുടെ സംഘടന എന്താണ്, സംഘടനയുടെ പ്രാധാന്യം, അതിൻ്റെ രൂപീകരണം, മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് പള്ളിയുടെ പുറത്തുവെച്ച മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പള്ളിപ്പുറം കാച്ചപ്പള്ളി മത്തായിയുടെ ഭാര്യ 70 വയസ്സുള്ള സിസിലിയാണ് മരിച്ചത്. പള്ളിക്ക് പുറത്ത് മെഴുകുതിരികൾ കത്തിച്ചുവെക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇവരുടെ വസ്ത്രത്തിലേക്ക് തീ പടർന്നത്. 70% പൊള്ളലേറ്റ സിസിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പാവറട്ടി പഞ്ചായത്തിലെ 8ാം വാർഡിലെ റോഡുകൾ തകർന്നും കുറ്റിക്കാടുകൾ വളർന്നും സഞ്ചാരയോഗ്യമല്ലാതായി. പുത്തനമ്പലം പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡുകൾ പെരിങ്ങാട് കരയോഗം ഓഫീസ് വരെ കാടുപിടിച്ച നിലയിലാണ്. ഇഴജന്തുക്കളുടെ താവളമായും മാലിന്യ നിക്ഷേപ കേന്ദ്രമായും റോഡരികുകൾ മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നിത്യവും യാത്ര ചെയ്യുന്ന റോഡാണിത്. വിദ്യാർത്ഥികളെ ഇതുവഴി പറഞ്ഞുവിടാൻ ഭയക്കുകയാണെന്ന് രക്ഷിതാവായ ഓട്ടോ ഡ്രൈവർ പറയുന്നു. മുള്ളമ്പന്നി ഒക്കെയാണ്, പാമ്പ്, ഈ സൈഡിൽ ഈ പുല്ല് ഇതൊക്കെ വെട്ടി നിൽക്കണ പ്രശ്നങ്ങൾ. ഈ പുല്ലൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
കുട്ടികൾക്ക് സൈക്കിളിൽ പോകാനോ മറ്റൊന്നും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതില്. ഇരുവശങ്ങളിലും പുൽക്കാടുകളും പടർപുല്ലുകളും വളർന്നതിനാൽ റോഡിന്റെ വീതി വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. സഞ്ചാരമാർഗം കുറഞ്ഞതിനാൽ പലപ്പോഴും അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഇരുവശങ്ങളിലുമുള്ള കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പലതവണ വാർഡ് അംഗത്തോടും പഞ്ചായത്ത് അധികൃതരോടും ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. പാവട്ടി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വീതി കൂടിയ റോഡാണിത്. ഈ റോഡിന്റെ 2 വശവും കാട് പിടിച്ചിരിക്കുകയാണ്. ഇതൊന്ന് വൃത്തിയാക്കാൻ നമ്മൾ അധികാരികളോട് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ കൂടിയിട്ട് ഇവിടെയുള്ള ആളുകളും യുവജനങ്ങളൊക്കെ കൂടിയിട്ട് കുറച്ച് പൈസയൊക്കെ പിടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഒരു അനുമതി നമുക്ക് കിട്ടുന്നുമില്ല. നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളെ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കുറ്റിച്ചെടികളും പടർപുല്ലുകളും വെട്ടിനീക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. TB മുക്ത ഭാരത് പദ്ധതിയിൽ തൃശൂർ ജില്ലയിലെ പ്രഥമ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് അവാർഡിന് പുഴയ്ക്കൽ ബ്ലോക്കിലെ തോളൂർ ഗ്രാമപഞ്ചായത്ത് അർഹരായി. ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന ബോർഡ് യോഗത്തിൽ ADM ടി മുരളി, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് അവാർഡ് കൈമാറി. DMO TP ശ്രീദേവി, ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സതീഷ്, ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, ലോകാരോഗ്യ സംഘടനാ കൺസൾട്ടന്റ് ഡോക്ടർ AV ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുഴൂർ പഞ്ചായത്തിലെ നന്മണിച്ചിറ സ്ലൂയിസ് പദ്ധതിയെ ജില്ലാ പഞ്ചായത്ത് ഒഴിവാക്കിയതായി ആക്ഷേപം. കരാർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പദ്ധതി ഒഴിവാക്കിയതെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പുഴയിൽ നിന്ന് വെള്ളം കയറ്റിയിറക്കുന്നത് നെന്മണിച്ചിറ വഴിയാണ്. ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് കരിക്കാട്ടുചാലിലെ ജലവിധാനം നിലനിർത്തി കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കരിക്കാട്ടുചാലിൽ വെള്ളമുയർന്നാലും താഴ്ന്നാലും കുഴൂർ പഞ്ചായത്തിലെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും. ചാലക്കുടി പുഴയിലെ കുണ്ടൂർ, കല്ലൂർ, പൂവത്തുശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് കരിക്കാട്ടുചാലിലേക്ക് വെള്ളം എത്തിക്കുന്നത്. പുഴയിൽ വെള്ളമുയർന്നാൽ സ്വാഭാവികമായി ചാലിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കും. കരിക്കാട്ടുചാലിൽ ജലനിരപ്പ് വർദ്ധിക്കുമ്പോൾ പുഴയിലേക്ക് ഒഴുക്കുന്നതിനും കുറയുമ്പോൾ പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് നിറയ്ക്കുന്നതും നെന്മണിച്ചിറ വഴിയാണ്. ഇവിടെ പലക നിരത്തി മണ്ണിട്ട് തടയണ നിർമ്മിച്ചാണ് ചാലിൽ നിന്നുള്ള വെള്ളം തടഞ്ഞു നിർത്തുന്നത്. ചാലിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചാൽ തടയണ പൂർണ്ണമായി പൊട്ടിച്ച് ഒഴിവാക്കേണ്ടി വരുന്നത് വലിയ ബാധ്യതയുണ്ടാക്കുന്നുണ്ട്. ഡാമിൽ നിന്ന് വെള്ളം വിടുമ്പോഴെല്ലാം ഈ അവസ്ഥയുണ്ടാകുമെന്നതിനാൽ തടയണ പൊട്ടിക്കലും കെട്ടലും ആവർത്തിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. ഈ കരിക്കാട്ടുചാലിനെ ആശ്രയിച്ചാണ് നമ്മുടെ കുഴൂർ പ്രദേശത്തെ കുഴൂർ പഞ്ചായത്തിലെ 750 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിലെ കൃഷി ഇറക്കുന്നതും കരഭൂമിയിലെ ജലസേചനവും മറ്റും നടക്കുന്നു. കുഴൂർ പഞ്ചായത്തിൻ്റെ കൃഷിയുടെ നിലനിൽപ്പിനും കുടിവെള്ളത്തിൻ്റെ പരിഹാരത്തിനും ഈ ഷട്ടറിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇവിടെ ക്രമീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതൊഴിവാക്കുന്നതിന് യന്ത്രസഹായത്താൽ പ്രവർത്തിപ്പിക്കാവുന്ന സ്ലൂയിസ് നിർമ്മാണത്തിന് പഞ്ചായത്ത് പദ്ധതിയിട്ടപ്പോഴാണ് വെണ്ണൂർത്തുറ പദ്ധതിയുടെ ഭാഗമായി സ്ലൂയിസ് നിർമ്മാണത്തിന് സാഹചര്യമുണ്ടായത്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചതായി അറിയിച്ചു. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാതല ആസൂത്രണ യോഗത്തിൽ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഷേധം അറിയിച്ചു. TCV മാള. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ മുന്നറിയിപ്പില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ AIYF മണ്ണുത്തി മേഖലാ കമ്മിറ്റി പ്രതിഷേധ സമരവും ഒപ്പുശേഖരണവും നടത്തി. AIYF തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി സമരം ഉദ്ഘാടനം ചെയ്തു. AIYF ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി PS അഖിൽ, പ്രസിഡന്റ് ജിനേഷ് PC, ജില്ലാ കമ്മിറ്റി അംഗം സനിൽ വാണിയമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശികളായ പത്തുകാർ കുടുംബത്തിന്റെ വക ഏകാദശി വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് പെരുവനം സതീശൻ മാരാർ, ഗുരുവായൂർ ശശി മാരാർ എന്നിവരുടെ മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ഗുരുവായൂർ വിഷ്ണുവും ഗുരുവായൂർ കാർത്തികും ചേർന്നുള്ള തായമ്പകയും ഉണ്ടായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറി. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യവും സംഘവും അവതരിപ്പിച്ച കഥകളി ശ്രദ്ധേയമായി. വിളക്കാഘോഷത്തിന്റെ 19ാം ദിവസമായ വെള്ളിയാഴ്ച തൃശൂർ PG ബാലൻ വക വിളക്കാഘോഷമാണ്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ പുല്ലാങ്കുഴൽ കച്ചേരി ശ്രദ്ധേയമായി. ദേശീയ മാധ്യമരംഗത്ത് വേറിട്ട വാർത്തകളിലൂടെ ശ്രദ്ധേയനായ T രാമവർമ്മനാണ് സംഗീതരംഗത്തും മികവ് തെളിയിച്ചത്. കഥന കുതൂഹലം രാഗത്തിൽ രഘുവംശസുധ എന്ന കീർത്തനമാണ് വായിച്ചത്. പുല്ലാങ്കുഴൽ നിർമ്മാണ വിദഗ്ധനും സംഗീതജ്ഞനുമായ TA ശിവദാസന്റെ കീഴിൽ
5 വർഷം മുൻപാണ് രാമവർമ്മൻ പുല്ലാങ്കുഴൽ അഭ്യസിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ചെമ്പൈ സംഗീതോത്സവത്തിൽ കച്ചേരി അവതരിപ്പിക്കാറുണ്ട്. പ്രശസ്തമായ തഞ്ചാവൂർ തിരുവയാർ സംഗീതോത്സവത്തിലും ഇദ്ദേഹം കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരു ശിവദാസനും കൂടെയുണ്ടാകാറുണ്ട്. ശിവമയം സുനിൽ വയലിനിലും ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല ആചാരവിശേഷമായ അങ്കുലിയാങ്കം കൂത്ത് തുടങ്ങി. 12 ദിനങ്ങളിൽ അരങ്ങേറുന്ന അങ്കുലിയാങ്കം കൂത്ത് ആചാരപ്രധാനമാണ്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കുലിയാങ്കം. ശ്രീലകത്തു നിന്ന് നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. പന്തീരട പൂജയ്ക്ക് മുൻപ് കുട്ടഞ്ചേരി സംഗീത ചാക്യാർ ഹനുമാൻ വേഷധാരിയായി നാലമ്പലത്തിൽ പ്രവേശിച്ച് സോപാന പടിക്കയറി മണിയടിച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ദക്ഷിണ സ്വീകരിച്ച് ശ്രീലകത്തുനിന്ന് മേൽശാന്തി തീർത്ഥവും പ്രസാദവും നൽകി. നാലമ്പലത്തിനുള്ളിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാനും ദർശനം നടത്താനുമുള്ള അവകാശം അങ്കുലിയാങ്കത്തിലെ ഹനുമാൻ വേഷധാരിയായ ചാക്യാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അച്ഛന്റെ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന സഹപാഠിയുടെ കണ്ണീരൊപ്പാൻ കമ്മൽ ഊരി നൽകി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി ചെറുവുള്ളിൽ രാജുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രാജുവിന്റെ മകളുടെ വിഷമം കണ്ടറിഞ്ഞ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സാറ താൻ അണിഞ്ഞിരുന്ന സ്വർണ്ണക്കമ്മൽ ചികിത്സാ ചെലവിലേക്കായി നൽകാൻ സന്നദ്ധയാവുകയും ഇക്കാര്യം സ്കൂൾ അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക ഷൈനി ആന്റോയ്ക്ക് ഫാത്തിമ സാറ കമ്മൽ കൈമാറി. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ്മ, സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. CPM തിരുവത്ര ലോക്കൽ സമ്മേളനം LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻ ചാവക്കാട് നഗരസഭാ ചെയർമാൻ MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടികളുടെ നിർമ്മാണത്തിനും നിരക്കിനും ഏകീകൃത രീതിയില്ല. തുക പലവിധത്തിൽ ചെലവഴിക്കുന്നു. സാധാരണ കരാറുകാർ ഈടാക്കുന്നതിനേക്കാൾ കൂടിയ നിരക്കാണ് നിർമ്മാണത്തിന് അനുവദിച്ച് നൽകുന്നത്. കുഴൂർ പഞ്ചായത്തിലെ വയലാറിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ 27.65 ലക്ഷം രൂപ അടങ്കൽ തുക നിശ്ചയിച്ച അംഗൻവാടി കെട്ടിടം 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 782 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് ഇലക്ട്രിക്കൽ പണികൾക്ക് കുഴൂർ പഞ്ചായത്ത് പദ്ധതിയിൽ 75,364 രൂപ കൂടി ചെലവഴിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ പണികളടക്കം ചതുരശ്രയടിക്ക് 2,781 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. റീബിൽഡ് കേരളയുടെ പദ്ധതി ICDS നേരിട്ടാണ് നിർമ്മാണം നടത്തിയത്. പൊയ്യ പഞ്ചായത്തിലെ മണലിക്കാട് MP ഫണ്ടിൽ 12.20 ലക്ഷം രൂപയുടെ പദ്ധതിയിലാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് പണികൾക്ക് 1 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 366 ചതുരശ്രയടി വിസ്തീർണത്തിൽ കെട്ടിട നിർമ്മാണത്തിന് 10.02 ലക്ഷം രൂപയാണ് കരാറുകാരന് നൽകിയിട്ടുള്ളത്. ഇലക്ട്രിക് ജോലികളടക്കം ചതുരശ്രയടിക്ക് 3,000 രൂപയാണ് ചെലവ് വരുന്നത്. ലൈഫ് പദ്ധതിയിൽ 450 ചതുരശ്രയടി വീട് നിർമ്മാണത്തിന് 4 ലക്ഷം നൽകുന്ന സ്ഥാനത്താണ് 366 ചതുരശ്രയടിക്ക് ഇലക്ട്രിക്കൽ പണികൾ കൂടാതെ 10 ലക്ഷം ചെലവാക്കുന്നത്. നിർമ്മാണത്തിന് കൃത്യമായ ഒരേ മാനദണ്ഡങ്ങൾ ഇല്ലെന്നും ലഭ്യമാകുന്ന ഫണ്ട് അനുസരിച്ചാണ് സൗകര്യങ്ങൾ ഒരുക്കി പദ്ധതി നടപ്പാക്കുന്നത് എന്നുമാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം. TCV ന്യൂസ്, മാള. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭയും അനുമോദനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് യുവകലാ പ്രതിഭകളുടെ സംസ്ഥാന ആർട്ട് ഗ്രൂപ്പ് റിഫ്രാൽ അംഗത്വം കിട്ടിയ കുട്ടഞ്ചേരി 4ാം വാർഡ് ചീനിക്കുണ്ടിൽ വീട്ടിൽ CV അർജുൻ, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ അംഗൻവാടി വിദ്യാർത്ഥി ലൂക്ക ജേസൺ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉപഹാരം നൽകി ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, ES സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിലെ കുട്ടികൾ ആകാശയാത്രയ്ക്കൊരുങ്ങുന്നു. കൊടകര BRCയുടെ കീഴിലുള്ള ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിലെ 13 കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെട്ട സംഘമാണ് വെള്ളിയാഴ്ച കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തുന്നത്. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ സംഘം തിരിച്ചെത്തും. യാത്രയ്ക്ക് മുന്നോടിയായി ഫ്ളാഗ് ഓഫ് നടന്നു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊടകര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആന്റണി ജോസ്, കൊടകര BPC VB സിന്ധു, ചെങ്ങാലൂർ സ്കൂളിലെ അധ്യാപിക ലോല, PTA പ്രസിഡന്റ് സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കി ദേശമംഗലം പഞ്ചായത്തിന്റെ നടപടി. ദേശമംഗലം പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ PI ഷാനവാസിനെയാണ് അയോഗ്യനാക്കിയത്. തുടർച്ചയായി 5 പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് ആക്ട് പ്രകാരം ഷാനവാസിനെതിരെ നടപടിയെടുത്തത്. ഷാനവാസിനെതിരെയുള്ള പഞ്ചായത്തിന്റെ അപ്രതീക്ഷിത നടപടിയിൽ ആശങ്കയിലാണ് കോൺഗ്രസ്. നിയമലംഘനം നടത്തി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. എറണാകുളം മുനമ്പം സ്വദേശി രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് ചെറു മത്സ്യങ്ങളെ പിടിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തത്. 12 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 7500 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ബോട്ടിലുണ്ടായിരുന്നത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 2.5 ലക്ഷം രൂപ സർക്കാരിലേക്ക് ഈടാക്കുകയും ഉപയോഗയോഗ്യമായ 44,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. AFEO സനാഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, സീ റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, സാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ ഫിലിക്സ് എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. നിരോധിത വലകൾ ഉപയോഗിച്ചാണ് ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഭീഷണിയുമാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്കാണ് വ്യാപകമായി ചെറു മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്നത്. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പുഴയ്ക്കലിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നതായി ആക്ഷേപം. തൃശൂർ കോർപ്പറേഷന്റെ ഗ്രീൻ സിറ്റിയുടെ ബോർഡിന് തൊട്ട് താഴെയാണ് സെപ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നത്. പുഴയ്ക്കൽ ക്ഷേത്രത്തിൽ ബലിതർപ്പണം കഴിഞ്ഞ് പുഴയിൽ കുളിക്കുന്നവർ നിരവധിയാണ്. ശബരിമല സീസൺ ആയതിനാൽ നിരവധി പേരാണ് ഇവിടെ ദിവസവും എത്തിച്ചേരുന്നത്. തൊട്ടടുത്തുള്ള ഹോട്ടലിനെയും റോഡിന് പടിഞ്ഞാറ് ഭാഗത്ത് തോടിനോട് ചേർന്നുള്ള കുടിവെള്ള പമ്പിംഗ് സ്റ്റേഷനെയും ദിനംപ്രതി എന്നോണമുള്ള മാലിന്യ നിക്ഷേപം ദോഷകരമായി ബാധിച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. മെഗാ എയറോബിക്സ് പെർഫോമൻസുമായി ഏഷ്യൻ റെക്കോർഡ് സ്വന്തമാക്കി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ്. ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് 3000-ഓളം പെൺകുട്ടികൾ പാട്ടിനൊപ്പം ഒരേപോലെ ചുവടുവെച്ചു. പഠിച്ച കലാലയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും കുട്ടികൾക്കൊപ്പം ചേർന്നു. അധ്യാപകരും അനധ്യാപകരും പ്രിൻസിപ്പലും മാനേജരും അവർക്കൊപ്പം അതേ ചുവടുകളുമായി കൂടെ കൂടി. ഒരു പെൺ കലാലയം മുഴുവൻ നൃത്തമയം. ഉദ്ഘാടന വേളയിൽ പറത്തിവിട്ട വർണ്ണനിറമുള്ള ഹൈഡ്രജൻ ബലൂണുകൾക്ക് പോലും കാറ്റിൽ ലാസ്യ നൃത്തഭാവം. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭമായ ഫിറ്റ് ഫോർ ലൈഫിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നൃത്തചാരുത നിറച്ച് എയറോബിക്സ് മെഗാ പെർഫോമൻസ് ഒരുങ്ങിയത്. ഈ വേറിട്ട ദൃശ്യവിരുന്നിന്റെ പേരിൽ URF ഏഷ്യൻ റെക്കോർഡ് കോളേജ് സ്വന്തമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രാദേശിക സമൂഹത്തിനും സമഗ്രമായ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഫിറ്റ് ഫോർ ലൈഫിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം
ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കോളേജ് മാനേജർ സിസ്റ്റർ ട്രീസ ജോസ് അധ്യക്ഷയായിരുന്നു. ഫിറ്റ് ഫോർ ലൈഫ് കോർഡിനേറ്റർ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ, PTA വൈസ് പ്രസിഡന്റ് PN ഗോപകുമാർ, വാർഡ് കൗൺസിലർ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, കോളേജ് ചെയർപേഴ്സൺ ഗായത്രി മനോജ് എന്നിവർ സംസാരിച്ചു. ജനുവരി 2025 വരെ നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഫിറ്റ് ഫോർ ലൈഫ് വിഭാവനം ചെയ്യുന്നത്. ആരോഗ്യമുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരെ പരിപോഷിപ്പിക്കുക എന്ന കോളേജിന്റെ ദൗത്യവുമായി ഒത്തുചേർന്ന് വ്യക്തിപരവും കൂട്ടായതുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന ഒരു ആരോഗ്യ സംസ്കാരം സൃഷ്ടിക്കാനാണ് ഈ സംരംഭത്തിലൂടെ ഉദ്യമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 30-ൽ പരം ആരോഗ്യ പരിപാടികളാണ് കോളേജിലും മറ്റ് സ്ഥലങ്ങളിലുമായി സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൂച്ചിനിപ്പാടം എടക്കുന്നി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ VP രീതി, പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, സുനിത ജിനു, വനജ, EV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി PK രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. CPM ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം സമാപിച്ചു. ചിറ്റാറ്റുകര കിഴക്കേ തലയിൽ നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, TK ചന്ദ്രൻ, ആഷിഖ് വലിയകത്ത്, ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പരിഷത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ സ്വീകരണം നൽകി. വായനശാലകൾ, വിദ്യാർത്ഥി സംഘടനകൾ, PTA അധ്യാപക സർവീസ് സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവയുടെ 23 പ്രതിനിധികൾ ലഘുലേഖ കിറ്റ് വാങ്ങി ജാഥയെ സ്വീകരിച്ചു. പരിഷത്ത് കോളേജ് മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷയായി. സംഘാടക സമിതി ചെയർപേഴ്സൺ ലക്ഷ്മി വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത വിജയഭാരത്, ജാഥാംഗം V രാമൻകുട്ടി, പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് മേഖലയിലെ 8 യൂണിറ്റുകളിലും ഒപ്പുശേഖരണം നടത്തി തയ്യാറാക്കിയ മുഖ്യമന്ത്രിക്കുള്ള ഭീമ ഹർജികൾ യൂണിറ്റ് സെക്രട്ടറിമാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ലിസി കടക്കലിന് കൈമാറി. കാട്ടകാമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായുള്ള ആനക്കുണ്ട് ബണ്ടിന്റെ നവീകരണം പാതി വഴിയിൽ നിലച്ചത് കർഷകരെ വലയ്ക്കുന്നു. കോൾപ്പടവുകളിലേക്ക് വെള്ളം ശേഖരിക്കുന്ന ആനക്കുണ്ട് ബണ്ട് മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. കാട്ടകാമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി 16 ഏക്കറോളം വിസ്തൃതിയിലാണ് ആനക്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ആനക്കുണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാൻ നഗരസഞ്ചയ പദ്ധതിയിലൂടെ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ബണ്ടിൽ നിന്നെടുക്കുന്ന മണ്ണിന് 3 കോടിയോളം രൂപ ആദ്യ ടെൻഡറിൽ ലഭിച്ചിരുന്നു. എന്നാൽ ടെൻഡർ എടുത്ത കരാറുകാരൻ പിന്മാറിയതോടെ പദ്ധതി അവതാളത്തിലായി. റീടെൻഡർ നടത്തിയെങ്കിലും പരാതി ഉയർന്നതോടെ വീണ്ടും പ്രശ്നമായി. ഇതിനിടെ ബണ്ടിലെ മണ്ണെടുപ്പ് തുടങ്ങിയെങ്കിലും എടുത്ത മണ്ണ് കൂട്ടിയിടാൻ സ്ഥലമില്ലാത്തത് പ്രശ്നമായി. ബണ്ടിൽ നിന്നെടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത്. ഈ മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ വീണ്ടും ബണ്ടിലേക്ക് ഒലിച്ചിറങ്ങിയതായി കർഷകർ ആരോപിച്ചു. ആനക്കുണ്ട് നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. ആളൂർ പഞ്ചായത്തിൽ പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടക്കുന്ന വെള്ളാംചിറ നവീകരിക്കണമെന്ന് ആവശ്യമുയരുന്നു. കുഴിക്കാട്ടുശ്ശേരിയിലുള്ള വെള്ളാംചിറ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. പുല്ലും പായലും ചണ്ടിയും നിറഞ്ഞുകിടക്കുന്ന ചിറ നവീകരിക്കാൻ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആളൂർ പഞ്ചായത്തിന്റെ വഴിയിടം വിശ്രമ കേന്ദ്രവും കുട്ടികൾക്കായുള്ള ഉദ്യാനവും സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശ്ശേരിയിലാണ് വെള്ളാംചിറ കുളമുള്ളത്. ചിറയുടെ വശങ്ങളും കാടുപിടിച്ച അവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് മേഖലയിൽ നെൽകൃഷി ചെയ്തിരുന്നത്
വെള്ളാഞ്ചിറയിൽ സംഭരിച്ചു നിർത്തിയിരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ്. വേനലിൽ ചിറയിലെ ജലനിരപ്പ് താഴുമ്പോൾ സമീപത്തുകൂടി കടന്നുപോകുന്ന ജലസേചന കനാലിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് ചിറ നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഈ കുളം എന്ന് പറയുന്നത് പൈതൃകമായി വർഷങ്ങളായിട്ടുള്ള ഈ കുളമാണ്. അപ്പോൾ ഈ കുളത്തിനെ സംരക്ഷിക്കുകയാണെങ്കിൽ പരിസരത്തെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും ഉറവകൾ വഴി വെള്ളം ധാരാളം കിട്ടും. അപ്പോൾ ഇതുമൂലം കടുത്ത വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നീന്തൽ അറിയാത്ത കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനും കഴിയും. ചിറയുടെ സാന്നിധ്യം മേഖലയിലെ വീട്ടുകിണറുകളിൽ വേനൽക്കാലത്ത് ജലവിധാനം നിലനിർത്തുന്നതിന് സഹായകരമാണ്. പൈതൃക സമ്പത്തായ ചിറ നവീകരിച്ച് വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഒരേക്കറിലധികം വിസ്തൃതിയുള്ള ചിറ വൃത്തിയാക്കിയാൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. TC വിനോസ്, കൊടകര. അന്തിക്കാട് നാട്ടിക പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മുറ്റുചോർ പാലത്തിൽ വഴിവിളക്കുകളിൽ ഭൂരിഭാഗവും കത്തുന്നില്ലെന്ന ആക്ഷേപം. വഴിവിളക്കുകൾ ഭാഗികമായി കത്താതെ വന്നതുമൂലം പാലത്തിന്റെ പല ഭാഗങ്ങളും ഇരുട്ടിലാണ്. രാത്രികാലങ്ങളിലും മറ്റും ഇരുട്ടിടങ്ങളിൽ സാമൂഹ്യദ്രോഹികൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇതിനു പുറമെ വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ പ്രഭാത നടത്തത്തിനായി എത്തുന്നുണ്ട്. ഇവർക്കും വഴിവിളക്കുകളില്ലാത്തത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അധികൃതർ അടിയന്തരമായി വഴിവിളക്കുകൾ കത്തിക്കുവാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3185 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ യുവാവിനെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മണലിപ്പാട സ്വദേശി അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. ചാലക്കുടി എലിഞ്ഞപ്രയിൽ സ്കൂൾ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പെരിയാരം തൃപ്പാപ്പള്ളി സ്വദേശി ഷിൻസനാണ് മരിച്ചത്. മണത്തല ഐനിപ്പുള്ളിയിൽ കാർ ഡിവൈഡറിലിടിച്ച് 3 പേർക്ക് പരിക്ക്. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കയ്പമംഗലം സ്വദേശി റഫീഖ്, പൊന്നന സ്വദേശി അസ്ഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. വെള്ളം എത്താത്തതിനാൽ കൃഷിയിറക്കാനാവാതെ കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.